നമസ്കാരം മാന്യപ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ഇന്ന് കണ്ണ് ആകെ പുഴുത്ത് ചീഞ്ഞളിഞ്ഞ് കാണാൻ പറ്റാത്ത കോലത്തിലായി ഇരിപ്പാണ് എന്നാരും തെറ്റിദ്ധരിക്കേണ്ട. ഇതേ ഇന്നലെ ഒരു സിനിമ കാണാൻ പോയി. AR അജയന്റെ രണ്ടാം മോഷണം എന്നുള്ള ടൊവിനോയുടെ സിനിമയില്ലേ, 3D ആണ്, ഗംഭീര സിനിമയാണ് കേട്ടോ. ഞാൻ ഫാമിലി ആയിട്ട് ഇന്നലെ പോയ സിനിമ കണ്ടപ്പോ കിട്ടിയ ഒരു കണ്ണടയാണ്. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ നടത്തുന്ന ഒരു തിയേറ്റർ ആണ്. അപ്പൊ ഒരു കണ്ണട എനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഈ കണ്ണട വെച്ചിരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ഗുരുവായൂർ ഉഡായിപ്പ് താത്തയില്ലേ, ഈ ഉഡായിപ്പ് താത്ത വീണ്ടും ഒരു വലിയൊരു ഉഡായിപ്പുമായിട്ട് വന്നിട്ടുണ്ട്. നോക്കൂ, യേശുദാസ് എന്ന് പറയുന്ന ഗാനഗന്ധർവൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ദാസേട്ടൻ. ഈ ദാസേട്ടനുമായിട്ടാണ് അവരെ സ്വയം അങ്ങോട്ട് കമ്പയർ ചെയ്യുന്നത്. നമ്മൾ ദിലീപിന്റെ ഒരു പടം കണ്ടതാണ്, കുഞ്ഞിക്കൂനൻ എന്ന് പറയുന്ന സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ കുഞ്ഞിക്കൂനനിൽ കൃത്യമായിട്ടും ഞാൻ വിളിക്കുന്ന പേരെന്താ, ബിജീഷ് കുമാറോ വിമൽ കുമാറോ അങ്ങനെ എന്താണ്, എന്നാൽ കൂന എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത്. ഞാൻ സ്വയം വിളിക്കുന്നത് ഈ പറയുന്ന വിമൽ കുമാറാണ്. അതുപോലെ എന്നെ യേശുദാസുമായിട്ട് വേണം നിങ്ങൾ കമ്പയർ ചെയ്യാനെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന ഒരു തേർഡ് റേറ്റ് ഉഡായിപ്പ് താത്ത. ആ ഉഡായിപ്പ് താത്തയുടെ ഒരു ടെലിഫോൺ സംഭാഷണം കഴിഞ്ഞ ദിവസത്തെ ഒരു സംഭാഷണമാണ്. അത് എനിക്ക് കിട്ടിയിട്ടോ, അതൊന്ന് കേൾക്കേണ്ടത് തന്നെയാണ് മക്കളെ. 1.5 ടെലിഫോൺ സംഭാഷണമാണ്. അത് ഞാൻ ഇവിടെ ഒന്ന് കേൾപ്പിക്കാം, അത് ഫുള്ളായിട്ട് കേൾക്കണം. അതിന്റെ ഇടയിൽ വലിയ വലിയ തത്വചിന്തകളൊക്കെ ഞമ്മന്റെ ഉഡായിപ്പ് താത്ത പറയുന്നുണ്ട്. താത്തയ്ക്ക് പിറകിൽ കളിക്കുന്നവൻ എന്തായാലും നല്ല കളി അറിയുന്ന ജിഹാദി തന്നെയാണ്. കാരണം ഇത്തരത്തിൽ ഹിന്ദുവിന്റെ മർമ്മത്ത് കൊള്ളുന്ന കാര്യങ്ങൾ ഈ താത്തയെ കൊണ്ട് പറയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ വെറും 10ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ ഗുസ്തിയായിട്ട് നടക്കുന്ന ഈ സുഡാപ്പി താത്തയ്ക്ക് പറ്റുന്ന കാര്യമല്ല. എന്തായാലും ഞാൻ എന്റെ കണ്ണട വീണ്ടും വെക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള കോമഡി വീഡിയോ, കോമഡി ഓഡിയോ കേൾക്കുമ്പോൾ എനിക്ക് കണ്ണട വെക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതും കൂളിംഗ് ഗ്ലാസ് ആകുമ്പോൾ ഒന്നുകൂടെ കണ്ണിന് കൂളിംഗ് ആണല്ലോ. കേട്ടു നോക്കാം നമുക്ക് ഉഡായിപ്പ് താത്താന്റെ സംഭാഷണം. കോടതി വിധിയൊക്കെ ഉണ്ടായിരുന്നോ? എന്താണ് അതിനെ കുറിച്ച് അഭിപ്രായം? അഭിപ്രായമില്ല. ജസ്റ്റിനൊക്കെ ഒരു അടിയായിട്ട് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു വിധി വന്നേല്? ഞാനൊരാള് മാത്രമൊന്നുമല്ലല്ലോ ഗുരുവായൂര് അമ്പലത്തിന്റെ മുമ്പിൽ റീലെടുക്കുന്നതും കാര്യങ്ങളൊക്കെ അനേക ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇവരെയൊക്കെ കണ്ടിട്ട് തന്നെയല്ലേ ഞാനും ചെയ്തത്. അല്ലാതെ എനിക്ക് ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്ന മുൻപരിചയമൊന്നുമില്ലല്ലോ. ഞാൻ 11 വർഷമായിട്ടല്ലേ ഉള്ളൂ പോലെ തുടങ്ങിയിട്ട്. അതായത് ഈ ഫോൺ ചെയ്ത ആള് ചോദിക്കുകയാണ്, ഉഡായിപ്പ് താത്ത ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു കോടതി വിധി വന്നല്ലോ, അത് അറിഞ്ഞോ, എങ്ങനെ ഉണ്ടായിരുന്നു കോടതി വിധി എന്ന് ചോദിക്കണം. അപ്പൊ ഞമ്മന്റെ താത്ത പറയാണ്, ഞാൻ പോവലൊടുങ്ങിയിട്ട് 11 വർഷമായിട്ട് ഡെയിലി അവിടെ പോയിട്ട് ഇങ്ങനെ ശയനപ്രദക്ഷിണവും ഭഗവാനെ തൊഴുകലും ഭഗവാനെ നമിക്കലും എന്തൊക്കെ ആയിരുന്നു ഇവിടെ കാട്ടിക്കൂട്ടിയ. നമ്മൾ കണ്ടതല്ലേ, മുട്ട ചേർത്ത കേക്ക് അതിന്റെ തിരുനടയിൽ കൊണ്ടുപോയി മുറിക്കുന്നു, റീൽസ് എടുക്കുന്നു. പിന്നെ അവസാനം എന്റെ ആങ്ങളെയാണെന്നും പറഞ്ഞ് ഏതോ ഒരു ഗുണ്ടയെ കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുപോയി അവിടെ തിരുനടയിൽ ഒരു ഭക്തയായിട്ടുള്ള ആളെ ഭഗവാന്റെ പിറന്നാൾ ദിവസം അവിടെ ഗുണ്ടായിസം കാണിച്ച് അടി ഉണ്ടാക്കുക, പച്ച തെറി വിളിച്ച് പറയുക, ഒരു ഗുണ്ടയെയും കൊണ്ടു ചെന്നുകൊണ്ട് എന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഗുണ്ട ഏതൊക്കെ കേസുകളിലൊക്കെ പ്രതിയാണെന്നുള്ള വിവരമൊക്കെ പുറത്തു വരുന്നുണ്ട്. അതും 1.5 കേസുകളാണ്. ഏതൊക്കെയാന്ന് ചോദിച്ചാൽ അറിയാലോ, കുട്ടികളെയൊക്കെ അങ്ങനെ എന്തൊക്കെയുള്ള കേസുകളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നു. എന്തായാലും ഉഡായിപ്പ് താത്ത ഇനി പറയാൻ പോണതാണ് കേട്ടോ ഗംഭീര രസം. ഇനി വലിയ തത്വചിന്തകളാ കേൾക്കേണ്ടതുണ്ട്. ഇത് ഓഡിയോ കുറച്ച് വോളിയം കുറവാണെങ്കിൽ എന്തായാലും ഞാനത് വിശദീകരിച്ച് തരാം താത്തയുടെ ഓരോ പറച്ചിലിന് ശേഷം. കേട്ട് നോക്കാം ബാക്കി. എന്റെ പേരിലാണ് വന്നത്. അതിലെനിക്ക് വിഷമമുണ്ട്. കാരണം അങ്ങനത്തെ ഒരു വിധി വന്നതില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ പറയാണ്, ഞാൻ അതിൽ മുട്ട ഉപയോഗിക്കാത്തൊരു കേക്കാണ് ഞാൻ അവിടുന്ന് കട്ട് ചെയ്തത്. അത് വെച്ചിട്ടാണ് അവര് പറഞ്ഞത്. ഇല്ലാത്തതുണ്ട് എന്ന് പറഞ്ഞപ്പോ ഒരു വിഷമമുണ്ട്. ഇത് ജസ്നേനെ വെച്ച് പലരും ഉപയോഗിക്കായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ കണ്ടാലും കിട്ടാലും മനസ്സിലാവൂലേ. അങ്ങനത്തെ ഇവർക്ക് ഫോട്ടോ റീൽ എടുക്കുന്ന വിഷയമാണ്. ഇപ്പോഴത്തെ ജനറേഷനിൽ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടതുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു ഗുരുവായൂർ അമ്പലമല്ല, ഏതൊരു അമ്പലത്തിൽ പോയാലും എല്ലാരും റീൽ എടുക്കുന്നുണ്ട്. പക്ഷെ എന്റേത് മാത്രം ഇവർക്ക് വിഷയമായത് എന്റെ തലയിലുള്ള തട്ടമാണെന്ന് എനിക്കറിയാം. ചില ഒരു കമന്റ് രൂപേണ ചോദിക്കണ്ട്, ജസ്റ്റിനൊക്കെ ഹിന്ദു ആയിക്കൂടെ, കണ്ണനെന്നും ആയോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങളൊക്കെ കേൾക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് കണ്ണൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നോണ്ടല്ലേ കണ്ണന്റെ പാട്ട് പാടുന്നത്. അദ്ദേഹത്തിനോട് എല്ലാവരും മതം മാറാൻ പറയാത്തത്.
അദ്ദേഹത്തിന് മതം മാറിയ ഉള്ളിൽ കയറിക്കൂടെ എന്ന് ആരും എന്താ ചോദിക്കാത്തത്? നോട്ട് ദ പോയിന്റ്. ചോദ്യമാണല്ലോ. നമ്മളെ സമൂഹത്ത് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മാങ്ങയുള്ള മാവിനെ കല്ലെറിയുള്ളൂ എന്നുള്ള. മാങ്ങയുള്ള മാവിനെ കല്ലെറിയുന്നു. ഏറ്റവും താഴത്തായിരിക്കണം, എന്നെ പോലെ ആയിരിക്കണം. എന്നെ പോലെയുള്ള മാവിനൊക്കെ കല്ലെറിഞ്ഞാൽ വേഗം കൊള്ളും. പക്ഷെ യേശുദാസ് സാറിനെ പോലെയുള്ള വ്യക്തിനെ പോലെയുള്ള ആൾക്കാരുടെ നേരെ ആരും കല്ലെറിയാനോ ഇതുപോലെ മതം മാറിക്കൂടെ എന്ന് ചോദിക്കാനോ ഒന്നും പോകുന്നില്ലല്ലോ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് കണ്ണനെ കാണണം എന്നുള്ളതാണ്. കേട്ടോ സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഗുരുവായൂർ അമ്പലത്തിൽ കയറണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് എന്നും പറയുന്നു. എന്തും ആരും പറയുന്നില്ല. നിങ്ങൾക്ക് എന്താ മതം മാറി? ഇവര് പറയുന്നത് എന്തെന്നറിയാമോ? കളിച്ച് പറയുന്നത് എന്തറിയാമോ? യേശുദാസ് ഏറ്റവും വലിയ കൃഷ്ണ ഭക്തനാണ്. നമ്മൾക്കറിയാം അദ്ദേഹം കൃഷ്ണന്റെ ഒരുപാട് ഭഗവാന്മാരുടെ ഒരുപാട് ഇപ്പൊ ശബരിമലയിൽ അടക്കമുള്ള ഉറക്കുപാട്ട് വരെയുള്ള ഈ യേശുദാസിന്റെ പാട്ട വയ്ക്കുന്നൊക്കെ നമ്മൾക്കറിയാം. യേശുദാസിനോട് എന്താ ആരും മതം മാറാൻ പറയാത്തത്? യേശുദാസിന് ഏറ്റവും ആഗ്രഹം കണ്ണനെ കാണാൻ അവിടെ കയറണം എന്നുള്ളതല്ലേ? അപ്പോ എന്നോട് ഇതെല്ലാവർക്കും ആവാം, മാവുള്ള മാവിലെ കല്ലെറിയുള്ളൂ എന്നുള്ളത്. അതായത് താഴെ ശിഖിരത്തിൽ ഇവർ താഴെ ശിഖിരത്തിലുള്ള മാവിൽ ഇഷ്ടം പോലെ മാങ്ങുണ്ട്, അതിൽ കല്ലെറിയുമ്പോൾ കിട്ടും. അത്തരത്തിൽ യേശുദാസുമായിട്ടാണ് ഇവർ കമ്പാരിസൺ നടത്തുന്നത്. നോക്കൂ, യേശുദാസ് എവിടെ കിടക്കുന്നു, ഈ ഉഡായിപ്പ് എവിടെ കിടക്കുന്നു? ഈ ഉഡായിപ്പിന്റെ പേരിൽ ഉയർന്നു വന്നിട്ടുള്ള കേസുകൾ എന്താണ്? അതിനെപ്പറ്റി ഇവൾ ഒരിക്കലും പറയില്ല. ഇവൾ കള്ള കേസ് കൊടുത്ത് കാശ് വാങ്ങി സെറ്റിൽ ചെയ്തു എന്നുള്ള തെളിവ് സഹിതാണ്. നമ്മൾക്കറിയാം ABC മലയാളത്തിലെ ധനുഷ് ദേവൻ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, പ്രിയപ്പെട്ട നമ്മുടെ അവതാരകൻ, അദ്ദേഹം കൃത്യമായിട്ട് തെളിവ് സഹിത പുറത്തു കൊണ്ടുവന്നത്. ഇവൾ നൽകിയിട്ടുള്ള കള്ള കേസുകൾ, അതിൽ ജഡ്ജ്മെന്റിൽ കോടതി പോലും പറഞ്ഞു നിങ്ങളുടെ വാക്കുകൾ വിശ്വസിക്കാനാവില്ല, നിങ്ങൾ ഫുള്ള് ഉഡായിപ്പാണെന്ന് പറഞ്ഞ് ആ പ്രതികളെ, പീഡന കേസിലെ പ്രതികളെ വെറുതെ വിടുക, ബാക്കിയുള്ളതൊക്കെ കാശ് വാങ്ങി സെറ്റിൽ ചെയ്തു എന്നുള്ള രീതിയിലുള്ള കൃത്യമുള്ള തെളിവ് സഹിതം പുറത്തു വന്നപ്പം ഇവൾ ആരുമായ കമ്പാരിസൺ നടന്ന യേശുദാസാണ്. നമ്മൾക്കറിയാം ദാസേട്ടനെ ഗുരുവായൂർ എന്നല്ല ഏതൊരു ക്ഷേത്രത്തിൽ കയറ്റുന്നതിനും ഒരു ഹിന്ദുവിനോ ഒരു ക്രിസ്ത്യാനിക്കോ എതിർപ്പില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഈ പെന്തക്കോസ് പോലത്തെ അതല്ലെങ്കിൽ അത്ര തീവ്രമായിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് എതിർപ്പുണ്ടായിരിക്കാം. അദ്ദേഹം മൂകാംബിക പോലെയുള്ള ഏതൊരു വലിയ, ശബരിമല പോലെയുള്ള ഏതൊരു വലിയ ക്ഷേത്രമായിക്കോട്ടെ ചെറിയ ക്ഷേത്രമായിക്കോട്ടെ, ഏത് ക്ഷേത്രത്തിലും അവിടെ ദർശനം നടത്തുന്നൊക്കെ നമ്മൾ കണ്ടതല്ലേ. അദ്ദേഹം ഒരിക്കലും ഗുരുവായൂരിൽ വന്നിട്ട് റീൽസ് എടുക്കാനോ ഉഡായിപ്പ് കാണിക്കാനോ അദ്ദേഹത്തിന്റെ പാട്ട് പാടിയ പാട്ട് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടോ ഗുരുവായൂർ വന്നിട്ട് ഈ പരിപാടി ഈ പേക്കൂത്ത് നടത്തിയിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെയും ഭഗവാന്റെയും പിറന്നാൾ ദിനത്തിൽ മുട്ട ചേർത്ത കേക്ക് മുറിച്ച് നടയിൽ നിന്ന് ചെയ്തിട്ടുണ്ടോ? പിന്നെയോ ഭഗവാന്റെ ഏറ്റവും വലിയ ആ ഒരു രൂപമുണ്ടല്ലോ, എന്താണ് ആ രൂപം? ഓടക്കുഴൽ വായിക്കുന്ന രൂപം നമ്മൾക്കറിയാം, ഗോപാലകൃഷ്ണൻ. ആ കൃഷ്ണന്റെ ഭഗവാന്റെ ഓടക്കുഴലിനെ ഇത്ര കണ്ട് വളരെ മോശമായ രീതിയിൽ പ്രകടിപ്പിച്ചുകൊണ്ട് തിരുനടയിൽ വീഡിയോ എടുത്ത് റീൽസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ദാസേട്ടൻ ചെയ്തിട്ടില്ല. എന്നാൽ ഇവൾ എന്താ ചെയ്തത്? ഇവൾ ഭഗവാന്റെ പിറന്നാൾ ദിവസം, അഷ്ടമി രോഹിണി ദിവസം, ഭഗവാന്റെ പിറന്നാൾ ദിവസം ഭഗവാന്റെ തിരുനടയിൽ നിന്നുകൊണ്ട് ഏതോ ഒരു ഗുണ്ടയെയും കൊണ്ടുവന്നുകൊണ്ട് അവിടെ ഭഗവാന്റെ തിരുമുഖം ഒരു നോക്ക് കാണാൻ, അദ്ദേഹത്തെ കാണാൻ എത്രയോ മണിക്കൂറുകൾ ക്യൂ നിന്ന ഒരു വിശ്വാസിയെ, ഒരു ഭക്തയായിട്ടുള്ള സ്ത്രീയെ പച്ച തെറി വിളിക്കുന്നു, കയ്യേറ്റം ചെയ്യാൻ വേണ്ടി ഒരു ഗുണ്ടയെ കൊണ്ടുവന്ന് ആ തിരുനടയിൽ അഴിഞ്ഞാടി. ഇത് കണ്ടതോടുകൂടിയൊക്കെ തന്നെയാണ് വിശ്വാസികൾ സകലരും ഇവൾക്ക് എതിരായത്. അത്തരത്തിൽ തന്നെയാണ് ഒരുപാട് മാധ്യമ പ്രവർത്തകരടക്കം അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അടക്കമുള്ള ആളുകൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു, കോടതിയിൽ നിന്ന് ഓർഡർ കൊണ്ടുവരുന്നു. നിന്റെ ഒന്നും അഴിഞ്ഞാട്ടം നടത്താനുള്ള ഏരിയ അല്ല ഈ ഭഗവാന്റെ സന്നിധി. നിനക്കൊക്കെ അഴിഞ്ഞാട്ടം നടത്താൻ കുറെ എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്, മൂത്രമൊഴിക്കാനും അല്ലെങ്കിലും കുനിഞ്ഞു നിൽക്കാനും ഒക്കെ കുറെ എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ പോയി അഴിഞ്ഞാടിയേക്കണമെന്ന് കണ്ടം വഴി ഓടിച്ച് കോടതി ഉത്തരവ് വന്നപ്പോഴാണ് അവൾ ദാസേട്ടനുമായി കമ്പയർ ചെയ്തുകൊണ്ട് അവൾ നടത്തിയ ആ ഒരു ടെലിഫോൺ സംഭാഷണത്തിലെ ഓഡിയോ ഇനി കുറച്ചുകൂടെ ഉണ്ട് മക്കളെ. 1.5 ഓഡിയോ കേൾക്കേണ്ടത് തന്നെ. ഇതിന് ഫുള്ളായിട്ട് ഇവളെ ഒന്ന് വിമർശിക്കേണ്ടതുണ്ട്. ഇവളെ എപ്പ തല പൊക്കുമ്പോ ആ പൊക്കുന്ന ആ പൊക്കലിൽ തന്നെ വേണം നമ്മൾ മർമ്മം നോക്കി അടിക്കേണ്ടതുണ്ട്. കാരണം ഇതുപോലെയുള്ള പൂതനകളെ ഇനിയും ഭഗവാന്റെ തിരുസന്നിധിയിൽ നമ്മൾ ഹിന്ദുക്കൾ വെച്ചു പൊറുപ്പിക്കാൻ പാടില്ല. ഇവളെ പിന്തുടർന്നുകൊണ്ട് കുറെ എണ്ണം ഇതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരെണ്ണത്തെയും ഇനി ഭഗവാന്റെ തിരുനടയിൽ കാണാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ വിഷജന്തുക്കൾ, വിഷവിത്തുക്കൾ ഉണ്ടല്ലോ, ഇസ്ലാമിക ജിഹാദികളുടെയും കമ്മ്യൂണിസ്റ്റ് നരഭോജികളുടെയും ആ ഒരു പിന്തുണയോടുകൂടി വരുന്ന ജന്തുക്കൾ ഉണ്ടല്ലോ, അവരെ നമ്മൾ അടിച്ചോടിക്കുക തന്നെ വേണം ഹിന്ദുക്കൾ. അതിന് തന്നെയാണ് ഇവളുടെ ഈ ഓഡിയോ ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത്. ബാക്കിയൊന്ന് കേൾക്കാം മക്കളെ. അത് ശരി, ഓക്കെ. വേറൊരു ആരോപണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു കണ്ണന്റെ ഫോട്ടോ വരച്ച് 20,000, 30,000, 50,000 രൂപയ്ക്കാണ് വിൽക്കണേ എന്നാണ് പറയുന്നത്. അല്ലല്ലോ. ഫോട്ടോ ഈ 20,000, 30,000, 50,000 മാത്രമേ എല്ലാരും കാണുന്നുള്ളൂ. എന്തുകൊണ്ട് സ്റ്റാർട്ടിംഗ് റേറ്റ് കാണില്ല? എനിക്കൊരു ഫോട്ടോക്ക് സ്റ്റാർട്ടിങ് ഒരു 15, 22 ഇതിൽ
കേസിന് വരുന്നത്, ഞാൻ മേടിക്കുന്ന പൈസ എന്ന് പറയുന്നത് 5000 രൂപയാണ്. അതിന് ഫോട്ടോകോപ്പി ഫോട്ടോയ്ക്ക് എനിക്ക് 2500 രൂപ കൊറിയർ ചാർജ് സഹിതം ചെലവ് വരുന്നുണ്ട്. നോക്കൂ, ഇവൾ പറയുന്നത് ഇവളുടെ ഫോട്ടോയുടെ സ്റ്റാർട്ടിംഗ് റേറ്റ് 5000 ആണെന്ന് പറയുന്നു. എന്റെ കണ്ണ് വീണ്ടും പഴുത്തിരിക്കുന്നു പ്രേക്ഷകര്. അത്തരത്തിൽ 5000 രൂപയുള്ള ഫോട്ടോയ്ക്ക് അവൾ വാങ്ങുന്നത് 20,000 30,000 എന്നൊക്കെ ജനങ്ങൾ പറഞ്ഞു വരത്തുന്നു. എന്നാൽ ഇവള് തന്നെ പറയും, ഞാൻ വാങ്ങുന്നത് സ്റ്റാർട്ടിംഗ് റേറ്റ് എത്രയാ, 5000 രൂപയാ. നോക്കൂ, എത്രയോ ഗംഭീരമായി ഭഗവാന്മാരുടെ ചിത്രമായിക്കൊണ്ട് ഏതൊരു ചിത്രവും ലൈവായിട്ട് വരിക്കുന്ന അത്ര കണ്ട് കഴിവുള്ള ചിത്രകാരന്മാരുടെ ഫോട്ടോ വരെ എത്രക്കാ മലയാളികൾ വാങ്ങാറ്? 1000 അല്ലെങ്കിൽ 1500, അതുമല്ലെങ്കിൽ അതിൽ താഴെയുള്ള റേറ്റിന് തന്നെയാണ് ഇവളുടെ ഫോട്ടോ കോപ്പി പോലെയുള്ള ഭഗവാന്റെ കണ്ണിലെ കൃഷ്ണമണി ഇല്ലാത്ത ജീവൻ തുടിക്കാത്ത ഫോട്ടോ വായിൽ തോന്നിയ വിലയ്ക്ക് വിൽക്കുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിന് ന്യായീകരണമായി പറയുന്നത്, ഇവളുടെ കയ്യിൽ നിന്നും 10,000 15,000 20,000 ഫോട്ടോ വാങ്ങിയ 100 കണക്കിന് ആളുകളുണ്ട്. ഇവളുടെ സകല ഉടായ്പിലും പെട്ടുപോയ ശങ്കരേട്ടന്റെ ഭാര്യയ്ക്ക് ഗർഭമുണ്ടായി, പിന്നെയോ പണമില്ലാത്തവന്റെ വീട്ടിൽ പണം ഇങ്ങനെ കുമിഞ്ഞുകൂടി പച്ച നുണ പറഞ്ഞുകൊണ്ട് അമൃത TV അടക്കമുള്ള ചാനലിൽ വിളിച്ചു വരുത്തി PR വർക്ക് നടത്തി കാശിന് വിറ്റ് ഭഗവാനെ വിൽക്കാൻ നോക്കിയ ഇവളെ വെറുതെ വിടുന്ന യാതൊരു പരിപാടിയില്ല. ബാക്കി കേൾക്കാം മക്കളെ. അക്കറിൽ ഷീറ്റിന് അത്ര വരുന്നതിന് എത്ര പൈസ ആവും എന്നുള്ളത് കാരണം അവർക്ക് അന്വേഷിക്കാം. മെറ്റീരിയൽ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് എന്ത് കോസ്റ്റ് വരും എന്നുള്ളത് അവർക്ക് മനസ്സിലാവാം. 1.25 ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. എല്ലാരും ഇപ്പൊ ഈ ഫോട്ടോ ഫ്രെയിം ചെയ്യുന്നോണ്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഫ്രെയിമിന്റെ ഒരു ചെറിയൊരു പീസിനാണെങ്കിൽ എത്ര പൈസയാവും എന്നുള്ളത് അറിയാം. ഫാബ്രിക് പെയിന്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഡ്രസ്സ് ഉപയോഗിച്ച അലയ്ക്ക പോവുക പോലും ചെയ്യാത്ത പെയിന്റ് ആണ് ഉപയോഗിക്കുന്നത്. അതിന്റെ റേറ്റ് ഒരു 15 മില്ലിക്ക് 25 രൂപയാണ്, അല്ലെ 10 മില്ലിക്ക് 25 രൂപ ഉള്ളതുണ്ട്, 15 മില്ലിക്ക് 25 രൂപ ഉള്ളതുണ്ട്. ബാക്കിയുള്ള 3D ഗോൾഡും സകല മെറ്റീരിയലും ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. എനിക്ക് ഇത്ര എക്സ്പെൻസ് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാൻ 4 ദിവസം കൊണ്ടാണ് വരയ്ക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ എനിക്കൊരു ഫോട്ടോക്ക് 5000 രൂപ മേടിക്കുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ? ആരെങ്കിലും ഒരാൾ പറയാം. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഒരു തൊഴിലുറപ്പിന് പോകുന്ന ഒരു സ്ത്രീക്ക് പോലും 350 രൂപ മിനിമം ഒരു ചാർജ് കിട്ടും. ഞാനൊരു ഫോട്ടോ 4 ദിവസം കൊണ്ട് രാത്രിയും രാവിലെ എന്ന് പറഞ്ഞിട്ട് അതിൽ കഷ്ടപ്പെട്ട് ചിലത് ഉറക്കം കഴിഞ്ഞിട്ട് വരെയാണ് ഇരിക്കുന്നത്. ഫോട്ടോകോപ്പി എടുക്കാന്ന് പറ, പച്ച നുണ പറയണ ഭഗവാന്റെ പേര്. വിരോധമുണ്ടോന്ന് ആരെങ്കിലും പറയോ? അത് ഓക്കെ. ഞാൻ ജസ്നക്ക് ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വന്നിട്ട് കുടുംബത്തിൽ, അതായത് ജസ്നയുടെ കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ആരെങ്കിലും ചീത്ത പറയോ അങ്ങനെ വഴക്ക് പറയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വീട്ടുകാരൊക്കെ സപ്പോർട്ടാണ്. എന്തിനാ വഴക്ക് പറയാ? അല്ല, ഒരു ഏകദൈവ വിശ്വാസത്തിൽ ജീവിക്കുന്നതല്ലേ ജസ്ന? നമ്മുടെ വിശ്വാസവും നമ്മുടെ ഇഷ്ടം. ഇപ്പം എന്നോടിപ്പം പലരും ചോദിച്ചു തന്നല്ലേ മതം മാറിക്കൂടെ? നമ്മൾ ഒന്നിലേക്ക് ഒരാളെയും കൂടി ഇഷ്ടപ്പെടുന്നതിൽ വലിയ തെറ്റൊന്നും ഇല്ല. നമ്മുടെ മനസാക്ഷിയൊക്കെ ഉണ്ട്. മറ്റുള്ള എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് എന്റെ ഉമ്മ വാപ്പ അല്ലെ സഹോദരി എന്ന് പറയുന്നില്ലേ എനിക്ക് വിഷയങ്ങളൊന്നുമില്ല. ബാക്കിയുള്ളവർ എന്നോട് സംസാരിക്കാറുമില്ല, എന്നെ കാണാറുമില്ല. അവരുടെ അഭിപ്രായം എന്താണെന്ന് ഞാൻ അറിയാൻ പോകാറുമില്ല. നോക്കൂ, ഇവളുടെ സെന്റിമെന്റ്സ് നമ്മൾക്കറിയാം. പച്ച നുണ പറഞ്ഞ് എന്റെ വാപ്പ നോക്കുന്നില്ല, ഉമ്മ നോക്കുന്നില്ല, എന്റെ ആങ്ങളെ നോക്കുന്നില്ല, എന്റെ ആങ്ങളെ എന്നോട് എന്ത് പറഞ്ഞു, ഇറങ്ങിപ്പോടി വേശ്യവൃത്തി ചെയ്തൂടെ എന്നൊക്കെ ചോദിച്ച് പച്ച നുണ പറഞ്ഞതൊക്കെ നമ്മൾക്ക് അറിയാവുന്നതാണ്. ഇത്തരത്തിൽ ഇവളുടെ ഈ ഓഡിയോ പ്രസിദ്ധീകരിച്ച ആ വീഡിയോ ഉണ്ടല്ലോ, അതിന്റെ പൂർണ്ണ രൂപം നമ്മുടെ ചാനലിൽ ഞാൻ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് കേൾക്കാൻ താല്പര്യമുള്ളവർ ഒന്ന് പോയിട്ട് കേൾക്കുക. ഒന്നാം തരം ഗംഭീരമായിട്ടുള്ളത് കേൾക്കേണ്ടത് തന്നെയാണ്. ഇവൾ ആരുമായിട്ടാണ് ഇവൾ കമ്പയർ ചെയ്തതെന്നും അവൾക്ക് കൃത്യമായിട്ട് മറുപടി ആ വീഡിയോയുടെ അടിയിൽ എല്ലാവരും കൊടുക്കുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാം. കാരണം ഇവളുടെ ഈ ഫുൾ ഓഡിയോ 29 മിനിറ്റ് ഉണ്ട്. അത് ഫുള്ളായിട്ട് ഇവിടെ കാണിക്കുക എന്നുള്ളതൊന്നും ശരിയായ ഏർപ്പാടല്ല. കാരണം അത്രയ്ക്ക് അവളെ അങ്ങോട്ട് ഫേമസ് ആക്കണ്ടേ. ഇവൾ ആ യേശുദാസിനെ കമ്പയർ ചെയ്ത് സംസാരിച്ചല്ലോ, പിന്നെയോ അവളോട് ഹിന്ദു മതത്തിൽ ചേരാൻ വേണ്ടി പറഞ്ഞു എന്ന് സംസാരിച്ചല്ലോ. ഇത്തരത്തിൽ 1-2 പോയിന്റുകൾ മാത്രം നിങ്ങളെ കേൾപ്പിക്കുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്തായാലും ഇവളുടെ ആ വീഡിയോയുടെ പൂർണ്ണ രൂപം നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അത് കേൾക്കേണ്ടവർ ഒന്ന് പോയി കേൾക്കുക. എന്നിട്ട് കൃത്യമായിട്ട് അവൾക്ക് കമന്റിലൂടെ മറുപടി കൊടുക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.